മോട്ടീവ്സ് ഫോർ ഇൻ്റർനാഷണലൈസേഷൻ ആണ് പറയുന്നത്. എന്തൊക്കെ മോട്ടീവ്സ് ആണ് ഇൻ്റർനാഷണലൈസേഷന് ഉള്ളതെന്നാണ് പറയുന്നത്. ഒരു 16-18 പോയിൻറ്റ്സോളം ഉണ്ട് കേട്ടോ. ദ ഫാക്ടേഴ്സ് വിച്ച് മോട്ടിവേറ്റ് ഫേംസ് ടു ഗോ ഇൻ്റർനാഷണൽ മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു നെയ്മിലി പുൾ ഫാക്ടേഴ്സ് ആൻഡ് ദ പുഷ് ഫാക്ടേഴ്സ്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പുൾ ഫാക്ടേഴ്സും ഉണ്ട്, പുഷ് ഫാക്ടേഴ്സും ഉണ്ട്. പുൾ ഫാക്ടേഴ്സ് ആർ ദോസ് forces of attraction which pull the business to the foreign markets. Relative profitability, growth, prospects and other proactive reasons are attractions to go international. Full factors എന്ന് പറഞ്ഞാൽ എന്താണ്? അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് എന്താണ്? പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫോറിൻ മാർക്കറ്റ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിനെ പുൾ ചെയ്യണം, മുന്നോട്ട് പോകാനുള്ള ഒരു പ്രഷർ നൽകുന്നത്. Relative profitability, growth, prospects and other proactive reasons are attractions to go international. പിന്നെ ഇൻ്റർനാഷണൽ പോകാനായിട്ടൊരു അട്രാക്ഷൻ നൽകണത് എന്തൊക്കെയാണ്? പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ്, ഗ്രോത്തിന് വളർച്ചയ്ക്ക് കൂടുതൽ സാധ്യതകളുണ്ട്, മറ്റ് പല റീസൺസും പ്രൊആക്റ്റീവായിട്ടുള്ള മറ്റുള്ള പല ഘടകങ്ങളും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ബിസിനസ്സിനെ ഇൻ്റർനാഷണൽ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതാണ് പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി പുഷ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ compulsion of the domestic market like saturation of the market and other reactive reasons which prompt the companies to internationalize. പുഷ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൽഷൻ ആണ്, നിർബന്ധം ഡൊമസ്റ്റിക് മാർക്കറ്റിന് എന്ത് ചെയ്യാം? ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങളും കൊണ്ട് നമ്മൾ നിർബന്ധിതരാവേണ് അതെന്താണ് ബിസിനസ്സിന് ഇൻ്റർനാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് എന്തെന്ന് പറയണത്? പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയണത്. Major factors which prompt the companies to internationalize can be listed as follows. മേജർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആണ് കേട്ടോ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഇൻ ദ ഗ്ലോബ് ലിബറലൈസ്ഡ് ദെയർ ഇക്കണോമീസ് ആൻഡ് ഓപ്പൺ ദെയർ കൺട്രീസ് ടു ദ റെസ്റ്റ് ഓഫ് ദ ഗ്ലോബ്. ദീസ് ചേഞ്ച്ഡ് പോളിസീസ് അട്രാക്റ്റഡ് ദ മൾട്ടിനാഷണൽ കമ്പനീസ് ടു എക്സ്റ്റെൻഡ് ദെയർ ഓപ്പറേഷൻ ടു ദീസ് കൺട്രീസ്. എന്താണ്? എല്ലാ രാജ്യങ്ങളും എന്താണ് അവരുടെ പോളിസി ഗ്ലോബൽ വൈസ് ആയിട്ട് അവരുടെ എല്ലാ തരത്തിലുള്ള പോളിസി ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. ഇക്കണോമീസ് ആയിട്ടുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയായാലും, രണ്ട് രാജ്യങ്ങൾ അതിൽ തുറന്നു കൊടുക്കുമ്പോഴുള്ള രീതികളായാലും കൂടുതലായിട്ട് അവർ ലിബറലൈസ് ചെയ്തിട്ടുണ്ട് റൂൾസുകൾ. അപ്പം അതുകൊണ്ട് തന്നെ പോളിസീസിൽ ഒരുപാട് മാറ്റം വന്നതോടുകൂടി മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ ഓപ്പറേഷൻസ് എന്താ ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാ സ്ഥലത്തും ലോകത്ത് എവിടെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ മോട്ടീവ്സ് അതാണ്. രണ്ടാമത്തെ മേജർ ഫാക്ടറായിട്ട് പറയുന്നത് ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർസ് ആണ്. സം ഓഫ് ദ ലാർജ് സ്കെയിൽ ബിസിനസ് ഫേംസ് വുഡ് ലൈക്ക് ടു എൻഹാൻസ് ദെയർ മാർക്കറ്റ് ഷെയർ ഇൻ ഗ്ലോബൽ മാർക്കറ്റ് ബൈ എക്സ്പാൻഡിങ് ആൻഡ് ഇൻറ്റൻസിഫൈയിങ് ദെയർ ഓപ്പറേഷൻസ് ഇൻ വേരിയസ് ഫോറിൻ കൺട്രീസ്. എക്സാമ്പിൾ ബാൾ കോർപ്പറേഷൻ, ദ തേർഡ് ലാർജസ്റ്റ് ബിവറേജ് ക്യാൻസ് മാനുഫാക്ചേഴ്സ് ഇൻ USA, ബോട്ട് ദ യൂറോപ്യൻ പാക്കേജിംഗ് ഓപ്പറേഷൻസ് ഓഫ് കോണ്ടിനെൻ്റൽ ക്യാൻ കമ്പനി ക്യാനട്ട. Then it expanded its operations to Europe and met the European demand, which is 200% more than that of USA. Thus, it increased its global market share of soft drink cans. മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ ചില ബിസിനസ് ഫേമുകൾ അവരുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോറിൻ കൺട്രീസിനെ അവർ എന്ത് ചെയ്യാൻ ആശ്രയിക്കാറുണ്ട്. എക്സാമ്പിൾ ബാൾ കോർപ്പറേഷനാണ് പറയണത്. ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ എന്താണ് മൂന്നാമത്തെ ലാർജസ്റ്റ് ബിവറേജ് ക്യാൻ മാനുഫാക്ചർ ആണ് USA അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ യൂറോപ്യനിലെ പാക്കേജിങ് ഓപ്പറേഷൻസ് ഉണ്ട് ക്യാൻ കമ്പനിയുടെ. ക്യാൻ എന്ന് പറഞ്ഞാൽ ക്യാനില്ലേ, ജഗ്ഗുകൾ അത് കേട്ടോ, അല്ലെങ്കിൽ ആ ബോട്ടിലുകൾ, ആ കമ്പനിയുമായിട്ട് അവരുടെ ക്യാനുകൾ വാങ്ങിയിട്ട് അതാണ് അവരെന്ത് ചെയ്തത്? അവരുടെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഇത് അതിൽ ഫില്ല് ചെയ്തിട്ട് വിൽപ്പന നടത്തുന്നത്. അപ്പം അത് യൂറോപ്പിലും അവരുടെ പ്രവർത്തനം നടത്താൻ പറ്റും. യൂറോപ്യൻ കമ്പനിയുമായിട്ട് അവർ കോൺടാക്ട് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ പറ്റും. അപ്പോൾ US-ലുള്ളതിനേക്കാൾ 200 മടങ്ങ് എവിടെ ആൾക്കാരുണ്ടായിരിക്കും? യൂറോപ്യൻ കൺട്രീസിൽ ആൾക്കാരുണ്ടായിരുന്നു. അത് അവരുടെ ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ, സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻസിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നതിന് USA ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേതാണ് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത്. ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന മറ്റു രാജ്യത്തിന് എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് എന്താണത് വാങ്ങിയിട്ട് ഇവർ മാർക്കറ്റ് ഏറ്റെടുക്കുന്നത്. മൂന്നാമത് പ്രോഫിറ്റ് അഡ്വാൻറ്റേജ് ആണ് പറയണത്. International business could be more profitable than the domestic.
ഇന്റർനാഷണൽ ബിസിനസ് എന്താണ്, ഡൊമസ്റ്റിക് മാർക്കറ്റിനെ കൂടുതൽ പ്രോഫിറ്റബിൾ ആണ്. ദർ ആർ കേസസ് വേർ മോർ ദാൻ ദ 100% ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനീസ് മെയ്ഡ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്സ്. ഒരു 100% പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതലും വന്നത് എവിടുന്ന, ഫോറിൻ മാർക്കറ്റ്സിൽ നിന്നായിരിക്കും വന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ എ കമ്പനീസ് ഡൊമസ്റ്റിക് ഓപ്പറേഷൻ മേക്സ് ലോസ്, ഓൾ ഇറ്റ്സ് പ്രോഫിറ്റ്സ് വിൽ ബി ഫ്രം ഫോറിൻ മാർക്കറ്റ്സ് ഈവൻ വെൻ ദ നാഷണൽ ബിസിനസ് ഈസ്. ഇപ്പം എന്താണ് പറയണത്, എക്സാമ്പിൾ പറയുന്ന ഒരു കമ്പനി ഡൊമസ്റ്റിക് ഓപ്പറേഷൻസ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എവിടുന്ന, ഫോറിൻ മാർക്കറ്റ്സിൽ നിന്നായിരിക്കാം ചിലപ്പോൾ, വിൽ ബി ഫ്രം ഫോറിൻ മാർക്കറ്റ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മെച്ചം ഏതിനാണെന്ന് പറയാം, ഇൻ്റർനാഷണൽ ബിസിനസ്സിനാണെന്ന് പറയേണ്ടി വരും. ഇറ്റ് കുഡ് ഇൻക്രീസ് ദ ടോട്ടൽ പ്രോഫിറ്റ് അത് എന്ത് ചെയ്യേണ്ടത്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഫോറിൻ മാർക്കറ്റിൽ നമ്മൾക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ ആണ് കേട്ടോ. ദ ഇന്ത്യൻ മൾട്ടിനാഷണൽ കൺഗ്ലോമറേറ്റ് റിസീവ്സ് മോർ ദാൻ 58% ഓഫ് ഇറ്റ്സ് റവന്യൂ ഫ്രം ഫോറിൻ മാർക്കറ്റ്സ്. ടാറ്റ ഗ്രൂപ്പിനെ നോക്കിയിട്ട് നമ്മൾ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്, കൺഗ്ലോമറേറ്റിന് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ 58% വരുന്നത് എവിടെ നിന്ന്, ഫോറിൻ മാർക്കറ്റ്സിൽ നിന്നാണെന്നാണ് പറയണത്. ഫർദർ, ഇൻ സർട്ടൻ കേസസ് ഇൻ്റർനാഷണൽ ബിസിനസ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഡൊമസ്റ്റിക് ബിസിനസ്. നേരെ തിരിച്ചും വരാമെന്ന്, എന്താണ്, ഇൻ്റർനാഷണൽ ബിസിനസ് എന്ത് ഹെൽപ്പ് ചെയ്യാം, ഡൊമസ്റ്റിക് ബിസിനസ്സിനെ പ്രോഫിറ്റബിളാക്കി മാറ്റുന്നതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. If the company has unutilized plant capacity, it can produce for foreign market through full utilization of plant capacity. If the plant is operated at optimum capacity, the average cost of production per unit will be less. This will benefit domestic business. എക്സാമ്പിൾ പറയുന്നത്, ഒരു കമ്പനി അതിൻ്റെ പ്ലാന്റ് കപ്പാസിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാനോ ഉപയോഗിക്കാൻ പറ്റണില്ലായിരിക്കും. പക്ഷേ ഫോറിൻ മാർക്കറ്റിൽ അവർ ഈ പ്ലാന്റ് ഉപയോഗിക്കാമെന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫുൾ കപ്പാസിറ്റിയിൽ അവർക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. ഇത് ഡൊമസ്റ്റിക് ബിസിനസ്സിനെ എന്ത് ചെയ്യണത്, കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു അൺയൂട്ടിലൈസ്ഡ് പ്ലാന്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫോർ ഫോറിൻ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ യൂട്ടിലൈസ്ഡ് പ്ലാന്റ് കപ്പാസിറ്റി എത്രയാണോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ നടത്താനായിട്ടും, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ തന്നെ കോസ്റ്റ് കുറവിന് പ്രൊഡക്റ്റ് നൽകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ്സിനെയും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫോറിൻ മാർക്കറ്റ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ലോക്കൽ കോമ്പറ്റീഷനാണ് പറയണത്. ദ ഇക്കണോമിക് ലിബറലൈസേഷൻ ഹാസ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് ഫേംസ് ആൻഡ് ദീസ് കമ്പനീസ് വർ ഫോഴ്സ്ഡ് ടു സിസ്റ്റമാറ്റിക്കലി ടു ഗോ ഇൻ്റർനാഷണൽ ആസ് എ സ്ട്രാറ്റജി ഓഫ് കൗണ്ടർ കോമ്പറ്റീഷൻ. ഇപ്പോൾ ഇക്കണോമിക് ലിബറലൈസേഷൻ വന്നതോടെ തന്നെ കോമ്പറ്റീഷൻ കൂടിയുണ്ട് ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് ഫേംസ് ആയിട്ടുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ കമ്പനികൾ ഫോറിൻ ആയിട്ടും ഡൊമസ്റ്റിക് ആയിട്ടുണ്ടെങ്കിലും അവരെന്ത് ചെയ്യേണ്ടി വരും, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻ്റർനാഷണൽ ആയിട്ട് എന്ത് ചെയ്യണം, സ്ട്രാറ്റജീസ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് മാറ്റേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയിട്ട്, കോമ്പറ്റീഷന് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫൈറ്റിംഗ് ദ ഫോറിനേഴ്സ് ഇൻ ദെയർ പ്ലേയിങ് ഫീൽഡ് ഈസ് എ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ മെനി കമ്പനീസ്. അതായത് ഫോറിനേഴ്സിന് അവരുടെ മാർക്കറ്റിൽ തന്നെ എന്ത് ചെയ്യണത്, ഫൈറ്റ് ചെയ്യണം, അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുകയാണ് പല കമ്പനികളും ചെയ്യണത്. അല്ലാണ്ട് എന്തല്ല, ഫോറിൻ മാർക്കറ്റ്സ് വിട്ടുമാറല്ല, അവിടെ പിടിച്ചു നിൽക്കാൻ എന്ത് ചെയ്യണം എന്നാണ് അവർ നോക്കുന്നത്. Thus, in the globalization of economies, home companies have severe competition from other firms. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി എന്താണ്, പല കമ്പനികൾക്കും ഒരുപാട് സിവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കോമ്പറ്റീഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് പല ഫേമുകളിലും. ദിസ് മേ ഫോഴ്സ് ദ വീക്ക് കമ്പനീസ് ടു സീക്ക് മാർക്കറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കമ്പനികളും എന്ത് ചെയ്യാണ്ട് ഫോറിൻ കൺട്രീസിലേക്ക് അവരുടെ കമ്പനികൾ എങ്ങനെയുള്ളത് വീക്കായുള്ള ഫോറിൻ കൺട്രീസിലേക്ക് അവരുടെ വ്യാപാരം നോക്കാറില്ല, മാർക്കറ്റ് കണ്ടെത്താറുണ്ടെന്ന്. പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർ മാറിയിട്ട് വേറെ സ്ഥലത്ത് അന്വേഷിക്കും. ഇതാണ് നാലാമത്തെ പറയണത്. ഇനി അഞ്ചാമത്തെ പറയണത് അവൈലബിലിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് മാനേജറിയൽ കോമ്പീറ്റൻസ്. Availability of advanced technology and managerial competence in some countries act as pulling factors for business firms from the home country. Companies from the developing world are attracted by the developed countries due to these reasons. Then advanced technologies, managerial competence ചില കൺട്രികൾക്ക് തന്നെ പുള്ളിംഗ് ഫാക്ടേഴ്സ് ആവാറുണ്ട്. പുഷിംഗ് അല്ലട്ടെ, പുള്ളിംഗ് ഫാക്ടേഴ്സ് അവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാറുണ്ട് ബിസിനസ് ഫേമുകൾ ഹോം കൺട്രിയിൽ നിന്നും മറ്റു രാജ്യത്തേക്ക് പോകാനായിട്ട്. കമ്പനീസ് അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഡെവലപ്പിംഗ് വേൾഡിലേക്ക് അവരെന്താ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാറുണ്ട്. ഏതൊക്കെ ഡെവലപ്ഡ് കൺട്രീസ് ഡ്യൂ ടു ദീസ് റീസൺസ് കേട്ടോ. ഡെവലപ്പിംഗ് എന്നുള്ളത് ഡെവലപ്ഡ് കൺട്രീസ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു പുള്ളിങ് ഫാക്ടർ അട്രാക്ഷൻ തോന്നാം ഫോറിൻ മാർക്കറ്റ്സിൽ. അപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും, ഡെവലപ്ഡ് കൺട്രീസിലേക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറും. അവരുടെ വ്യാപാരം അവിടെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള ധാരണയിൽ കേട്ടോ. ടെക്നോളജി മാനേജ് കോമ്പീറ്റൻസും കൂടുതൽ ലഭ്യമാകുന്നത് കൊണ്ട്. ആറാമത്തെ പറഞ്ഞത് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കേട്ടോ പറയണത്. മെനി ഗവൺമെൻറ്റ്സ് ഗിവ് എ നമ്പർ ഓഫ് ഇൻസെൻറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് പോസിറ്റീവ് സപ്പോർട്ട് ടു ഡൊമസ്റ്റിക് കമ്പനീസ് ടു എക്സ്പോർട്ട് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. എന്താണ്, എല്ലാ ഗവൺമെൻറ്റുകളും ഒരുപാട് ഇൻസെൻറ്റീവ്സ് അതുപോലെ പോസിറ്റീവ് സപ്പോർട്ട് ഡൊമസ്റ്റിക് കമ്പനീസിന് നൽകുന്നുണ്ട്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോറിൻ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് നടത്താനുള്ളതായിട്ടുണ്ടെങ്കിലും ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട്. സംടൈംസ് കമ്പനീസ് മേ ബി കമ്പൽഡ് ടു ഏൺ ഫോറിൻ എക്സ്ചേഞ്ച് ടു ഫിനാൻസ് ദെയർ ഇമ്പോർട്ട്സ് ആൻഡ് ടു മീറ്റ് സർട്ടൺ അതർ ഫോറിൻ എക്സ്ചേഞ്ച് റിക്വയർമെൻറ്റ്സ് ലൈക്ക് പേയ്മെൻറ്റ് ഓഫ് റോയൽറ്റി, ഡിവിഡൻഡ് എക്സെട്ര. ചില സമയങ്ങളിൽ ചില കമ്പനികൾക്ക് എന്താണ് കമ്പൽ ചെയ്യാറുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ടു ഫിനാൻസ് ദർ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫോറിൻ എക്സ്ചേഞ്ച് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്. അതിന് അവർക്ക് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് റോയൽറ്റി, ഡിവിഡൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. Certain other companies also move to foreign countries because of certain regulations like the environmental laws in advanced countries. പിന്നെ ചില കമ്പനികൾ എന്താണ് ഫോറിൻ രാജ്യത്തേക്ക് പോകാറുണ്ട്. കാരണം എന്താണ്, ചില അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് എൻവയോൺമെൻറ്റൽ ലോസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ചിലപ്പോൾ ആ ബിസിനസ് നടത്താൻ അവിടെ അനുയോജ്യമായിരിക്കില്ല, ആ ലോയൊന്നും നോക്കിയിട്ട് നടത്താൻ സാധിക്കില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ബിസിനസ് ഫോറിൻ മാർക്കറ്റിലേക്ക് ഫോറിൻ രാജ്യത്തേക്ക് മാറ്റാറുണ്ട്. Government policies that limit the scope of business in the home country may also provoke companies to move to other countries. അതുകൂടാതെ എന്താണ്, സ്വന്തം രാജ്യത്ത് ബിസിനസ് തുടങ്ങുന്ന ഒരുപാട് ഫോർമാലിറ്റീസ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഓൾസോ പ്രൊവോക്ക് കമ്പനീസ് അവരെന്ത് ചെയ്യാറുണ്ട്, പ്രൊവോക്ക് ചെയ്യാറുണ്ട് അവരുടെ ബിസിനസ് ഫോറിൻ രാജ്യത്ത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസും ഒരു ഫാക്ടർ ആവാറുണ്ട്. ഏഴാമത്തെ പറഞ്ഞ ഗ്രോത്ത് പൊട്ടൻഷ്യൽസ് ആണ് പറയണത്. ദ ഇനോർമസ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് മെനി ഫോറിൻ മാർക്കറ്റ്സ് ഈസ് എ വെരി സ്ട്രോങ് അട്രാക്ഷൻ ഫോർ ഫോറിൻ കമ്പനീസ്. എന്താണ്, ഫോറിൻ മാർക്കറ്റിൽ ഒരുപാട് അവർ സാമ്പത്തികമായിട്ട് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, വളർച്ച കിട്ടുന്നുണ്ട്. ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഫോറിൻ കമ്പനീസ് അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഫോറിൻ മാർക്കറ്റിലേക്ക് അട്രാക്റ്റഡ് ആവാറുണ്ട്. The faster growth rate of the developing countries and the opening of East European countries offer good potential for investment in these countries. വളരെ വേഗത്തിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്ത് ചെയ്യണത്, ബിസിനസ്സിൽ ഗ്രോത്ത് വളരെ വേഗത്തിലാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലും ഒരുപാട് അവരുടെ ബിസിനസ് വളരുന്നതിനുള്ള പൊട്ടൻഷ്യൽസ് ഉണ്ട്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്, ഫോറിൻ മാർക്കറ്റ്സിലേക്ക് അവർക്ക് എൻ്റർ ചെയ്യാനായിട്ട് തോന്നാറുണ്ട്. ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ദീസ് കൺട്രീസ് ഓൾസോ ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്നതും ഈ രാജ്യങ്ങളിൽ എന്താണ് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതിന് സഹായിക്കാറുണ്ട്. ദീസ് ഫാക്ടേഴ്സ് അട്രാക്ട് കമ്പനീസ് ടു എസ്റ്റാബ്ലിഷ് ദർ ബേസ് ഇൻ ദീസ് കൺട്രീസ്. ഈ ഫാക്ടർ എന്താണ് കമ്പനീസിന് എന്ത് ചെയ്യാൻ സഹായിക്കാറുണ്ട്, These factors attract companies to establish their base in these countries. ഫോറിൻ രാജ്യങ്ങളൊരു ബേസ് നിർത്തിക്കൊണ്ട് പോകാനായിട്ട് അല്ലെ ഫോറിൻ മാർക്കറ്റ്സിൽ അവർക്കൊരു സ്ഥാനം കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ അവിടേക്ക് അവരുടെ ബിസിനസ് മാറ്റുന്നതിനും ഇത് കാരണമാകാറുണ്ട്. എട്ടാമത്തെ ഡെമോഗ്രാഫി ഫാക്ടേഴ്സ് ആണ് പറയണത്. ഡൊമസ്റ്റിക് ഡിമാൻഡ് കൺസ്ട്രെയിൻസ് പുഷ് മെനി കമ്പനീസ് ടു എക്സ്പാൻഡ് ദ മാർക്കറ്റ് അബ്രോഡ്. ഡൊമസ്റ്റിക് ഡിമാൻഡുകൾ ഒരു തടസ്സം, അധികം ഡിമാൻഡ് ഉണ്ടാവില്ല, അത് കൊണ്ട് തന്നെ അവരെന്താണ് ഫോറിൻ മാർക്കറ്റിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്ന കാരണമാകാറുണ്ട്. പുഷ് ആണ് പറയുന്നത് കേട്ടോ. ദ മാർക്കറ്റ് ഫോർ എ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഈസ് സാച്ചുറേറ്റ് ഇൻ ദ അഡ്വാൻസ്ഡ് കൺട്രീസ്. അഡ്വാൻസ്ഡ് കൺട്രീസിലാണെങ്കിൽ എന്താണ് അവരുടെ ഡിമാൻഡ് അവിടെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കണ്ടെത്തണമെന്ന് വേറെ രാജ്യങ്ങൾ നോക്കണം. ദിസ് ഹാപ്പൻസ് വെൻ ദ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഹാസ് ബീൻ ഫുള്ളി ടാപ്ഡ്. എന്താണ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ അത്രയും എത്തി, ഗ്രോത്ത് അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, ചിലപ്പോൾ ഫോറിൻ മാർക്കറ്റ്സിലേക്ക് എൻ്റർ ആവണത്. ഇൻ USA, the stocks of several durables like cars, TV, etc. exceeds the total number of households as the population growth is very negligible.
പിന്നെ എന്താണ് യു എസിലെ കാര്യം പറയുകയാണെങ്കിൽ സെവറൽ ഡ്യൂറബിൾ ആയിട്ടുള്ള കാറ്, TV ഇതിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉപകരണങ്ങളും നോക്കുകയാണെങ്കിൽ അവരുടെ പോപ്പുലേഷൻ എത്രയാണ് അതിൽ കൂടുതൽ അവർക്ക് എന്തുണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്, ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സാച്ചുറേഷൻ പോയിന്റിലെത്തി പോപ്പുലേഷൻ അത് ഓവർകം ചെയ്ത് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒഴിവാക്കാം, പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലാണ്, അത് എന്താണ് ഒഴിവാക്കാൻ പറ്റണില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഫോറിൻ മാർക്കറ്റ്സിൽ അവരുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കണ്ടെത്തേണ്ടതായിട്ട് വരാറുണ്ട്. അതാണ് യു എസിലെ കാര്യം. യു എസിലെ പോപ്പുലേഷൻ എത്രയാണോ അതിൽ കൂടുതൽ അവർക്ക് എന്തുണ്ട് പ്രൊഡക്ഷൻ. ഇപ്പോൾ കാറൊക്കെ ആണെങ്കിൽ തന്നെ എന്താ 2-3 ഒക്കെ ഉണ്ടാവും. TV അതുപോലെ നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങളായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടായിരിക്കും, ആവശ്യത്തിൽ കൂടുതലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള രാജ്യങ്ങളിൽ മാർക്കറ്റ് കണ്ടെത്തണം. സച്ച് demographic trends have very adverse effect on certain lines of business. അപ്പോൾ ചില ബിസിനസ്സുകൾ എന്താണ് അഡ്വേഴ്സ് ആയിട്ട് ദോഷകരമായിട്ട് ബാധിക്കും ഇങ്ങനെയുള്ള ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദ fall in birth rate implies contraction of market for several baby products. ഇപ്പോൾ ബർത്ത് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ എന്താണ് ബേബി പ്രൊഡക്റ്റ് ഡിമാൻഡ് കുറയും. India's demographic dividend attract many foreign MNCs offering product targeting use like sport utility vehicles, smart phones and consumer electronics to India. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നോക്കുകയാണെങ്കിൽ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇത് ഫെസിലിറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനികൾ എന്താണ് ഒരുപാട് യൂത്തിനാണ് ഒരുപാട് ഉപകരണങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. സ്പോർട്സ് യൂട്ടിലിറ്റിയുള്ള വെഹിക്കിൾസ്, സ്മാർട്ട് ഫോണുകൾ, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഒക്കെ എന്താണ് ഇന്ത്യയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് എന്തിനുണ്ട് മറ്റുള്ള ഫോറിൻ കൺട്രീസിലെ പ്രൊഡക്റ്റുകൾക്കുണ്ട്. 9ാമത്തെ പോയിന്റ് ഇമേജ് ക്രിയേഷൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ബിസിനസ് മേ ഹെൽപ്പ് ദ കമ്പനി ടു ഇംപ്രൂവ് ഇറ്റ്സ് ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇംപ്രൂവ് ദ ഇമേജ് ഓഫ് ദ കമ്പനി. എന്താണ് പറയണത്, ഇന്റർനാഷണൽ ബിസിനസ് ഈ ഡൊമസ്റ്റിക് ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനും ഒരു കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. വെൻ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഗെറ്റ് ടു നോ ദാറ്റ് ദ കമ്പനി സെല്ലിങ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ അബ്രോഡ്. അപ്പോൾ അതുകൊണ്ട് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ആ കമ്പനിയുടെ നോ ദാറ്റ് ദ കമ്പനി സെല്ലിങ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് പ്രൊഡക്ഷൻ അബ്രോഡിലേക്ക് എന്ത് ചെയ്യാറുണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രൊഡക്റ്റുകൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അവിടെ കിട്ടാറുണ്ട്. ദേ വിൽ ബി മോർ ഇൻക്ലൈൻ ടു ബൈ ഫ്രം സച്ച് എ കമ്പനി. അപ്പം അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാൻ കസ്റ്റമേഴ്സിന് വിശ്വാസമായിരിക്കും. ദസ് എക്സ്പോർട്ട്സ് ആർ മീൻസ് ഓഫ് ഗെയിനിങ് ബെറ്റർ മാർക്കറ്റ് ഷെയർ ഡൊമസ്റ്റിക്കലി. അപ്പോൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പ്രൊഡക്റ്റ് നടത്തുന്നവരും ആ കമ്പനികൾക്ക് എന്താണ് ഇമേജ് ഉണ്ടാവും. ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് വില്ല്. Further, the foreign exchange earnings may enable a company to import capital goods. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ആ ഫോറിനേഴ്സിന് ടെക്നോളജിക്കലി അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വിച്ച് മേ നോട്ട് അതർവൈസ് ബി പോസിബിൾ ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. അല്ലാണ്ട് ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ വേണം, ഫോറിൻ രാജ്യങ്ങളിലെ ടെക്നോളജികൾ കിട്ടണം. അവരിൽ നിന്ന് മാത്രമേ അത്ര ടെക്നോളജി നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അത് സഹായിക്കുന്നത് എന്താണ്, ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 10ാമത് പറഞ്ഞാൽ സ്കെയിൽ ഓഫ് ഇക്കണോമീസ് ആണ്. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഹാവ് ഇൻക്രീസ്ഡ് ദ സൈസ് ഓഫ് ദ ഒപ്റ്റിമം സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ സബ്സ്റ്റാൻഷ്യലി ഇൻ മെനി ഇൻഡസ്ട്രീസ്. ടെക്നോളജിക്കൽ അഡ്വാൻസസ് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസസ് ഒരുപാട് ഓപ്പറേഷൻസിന് നമ്മുടെ രാജ്യത്ത് നടത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കെയിൽ ഓഫ് ഇക്കണോമീസിൽ കേട്ടോ. ദിസ് മേ കോമ്പീറ്റ് ദ കമ്പനീസ് ടു സെർച്ച് ഫോർ ഫോറിൻ മാർക്കറ്റ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി ഇൻക്രീസ്ഡ് സ്കെയിൽ ഓഫ് ഇക്കണോമിക്സ്. അപ്പോൾ മറ്റുള്ള കമ്പനികൾ വെച്ച് കമ്പൽ ചെയ്യുകയാണെങ്കിൽ ദിസ് മേ കമ്പൽ ദ കമ്പനീസ് എന്ന് കമ്പൽ ചെയ്യണ ഫോറിൻ മാർക്കറ്റിൽ അഡ്വാൻറ്റേജസ് ആണോ, അങ്ങനെ ഏത് രീതിയിലും നമ്മളുടെ സാമ്പത്തികമായുള്ള അവസ്ഥ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, സാധ്യതകളുണ്ടോ എന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ, എ കെമിക്കൽ പ്ലാന്റ് മേ നീഡ് എ മിനിമം സൈസ് ഓഫ് 35,000 tons ബട്ട് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഈസ് ഓൺലി 10,000 tons. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, ഒരു കെമിക്കൽ പ്ലാന്റ് അവരുടെ മിനിമം സൈസ് 35,000 ടണ്ണാണ്. പക്ഷേ ഡൊമസ്റ്റിക് ആയിട്ട് എത്ര മതി, 10,000 ടണ്ണേ ഉള്ളൂ. ബാക്കിയുള്ളത് എന്താണ്, വേസ്റ്റാണ്. പക്ഷേ അവർക്ക് 30,000 ടണ്ണ് ഒരു ടൈമിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ, കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല.
വെൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇസ് വെരി സ്മോൾ, ചെറിയൊരു മാർക്കറ്റാണ്. ഇൻ്റർനാഷണലൈസേഷൻ ഇസ് ദ ഓൺലി വേ ടു അച്ചീവ് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത്. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്റ്റ് ഫോറിൻ മാർക്കറ്റിലും കൂടി വിറ്റഴിച്ചാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ 35,000 ടൺ ഉൽപ്പാദിച്ച് 10,000 ടണ്ണ് കഴിഞ്ഞ് ബാക്കി അവിടെ വേസ്റ്റ് ആയിട്ടിരിക്കും. ഡൊമസ്റ്റിക് റെസഷൻ ഓഫൺ പ്രൊവോക്ക് കമ്പനീസ് ടു എക്സ്പ്ലോർ ഫോറിൻ മാർക്കറ്റ്സ്. അപ്പോൾ ഡൊമസ്റ്റിക്കിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ളൊരു ഡിമാൻഡ് ഇടിവും എന്തിനെ കാരണമാകാറുണ്ട്, ഫോറിൻ മാർക്കറ്റ്സിൽ അവരുടെ മാർക്കറ്റ് കണ്ടെത്തുന്നതിനും കമ്പനികളെ പ്രൊവോക്ക് ചെയ്യാറുണ്ട്. 11 നിയർനെസ് ടു റോ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ദ സോഴ്സ് ഓഫ് ഹൈലി ക്വാളിറ്റേറ്റീവ് റോ മെറ്റീരിയൽസ് ആൻഡ് ബൾക്ക് റോ മെറ്റീരിയൽസ് ഈസ് എ മേജർ ഫാക്ടർ ഫോർ അട്രാക്ടിംഗ് ദ കമ്പനീസ് ഫ്രം വേരിയസ് ഫോറിൻ കൺട്രീസ്. Most of the US-based and European-based oil companies located their manufacturing facilities in Saudi Arabia, Bahrain, Qatar and other Middle East countries. Due to the availability of petroleum, these companies thus reduce the cost of transportation. എന്താണ്, നല്ല റോ മെറ്റീരിയൽസും ബൾക്കായിട്ട് റോ മെറ്റീരിയൽ കിട്ടുന്നതും എന്ത് നോക്കാറുണ്ട്, കമ്പനീസ് നോക്കാറുണ്ട്. പല ഫോറിൻ രാജ്യങ്ങളും അങ്ങനെയാണ് നോക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ബൾക്കായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ US ബേസ്ഡ് യൂറോപ്യൻ ബേസ്ഡുകളൊക്കെ ഓയിൽ കമ്പനികൾ അവരുടെ ഫെസിലിറ്റീസ് എവിടെയാണ് കൂടുതലും, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, മറ്റുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ്. എന്താണ് കാരണം, പെട്രോളിയം ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാജ്യങ്ങളാണ്. അപ്പം അങ്ങനെയാവുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ അവർ രാജ്യം വരുമ്പോൾ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് മാത്രമേ പെട്രോളിയം അവർക്ക് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, എവിടെയാണ് അവർക്ക് റോ മെറ്റീരിയൽ കിട്ടുന്നത് അവിടെയായിരിക്കും അവരെന്ത് ചെയ്യണത്, അവരുടെ മാനുഫാക്ചറിങ് സെക്ടർ സെറ്റ് ചെയ്യണത്. ഇതും ഒരു കാരണമാകാറുണ്ട് കേട്ടോ എന്തിന്, ഇൻ്റർനാഷണലൈസേഷനിലേക്ക് പോകുന്നതിന്. 12 മോണോപ്പൊളി പവറാണ് പറയുന്നത്. ഇൻ സം കേസസ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈസ് കൊറോളറി ഓഫ് ദ മോണോപ്പൊളി പവർ വിച്ച് എ ഫേം എൻജോയ്സ് ഇൻ്റർനാഷണലി. Monopoly power arises from such factors as monopolization of certain resources, patent rights, technological advantage, product differentiation, etc. Such monopoly power need not necessarily be an absolute one, but even a dominant position may facilitate internationalization. അങ്ങനെ ചില കേസുകൾ എന്താണ് പറയുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് മാറുന്നതിന് മോണോപ്പൊളി പവർ ഉണ്ടാകും ചില ഫേമുകൾക്ക്. അത് കിട്ടിയിട്ടും ചില ബിസിനസ് ഇൻ്റർനാഷണലൈസ് ആയിട്ട് മാറാറുണ്ട്. മോണോപ്പൊളി പവർ വരുന്നതും കുത്തക എന്നാണ് പറഞ്ഞത് അല്ലേ, ആ രാജ്യത്ത് അല്ലെങ്കിൽ ഈ മാർക്കറ്റിലെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ വരാൻ കാരണം പറഞ്ഞത് എന്തൊക്കെയാണ്, സർട്ടൺ റിസോഴ്സുകൾ, പേറ്റന്റ് റൈറ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇതൊക്കെ കൊണ്ടായിരിക്കും എന്ത് വരുന്നത്, ഒരു മോണോപ്പൊളി പവർ അവിടെ റൈസ് ചെയ്യുന്നത്. പക്ഷേ അത്രത്തെ മോണോപ്പൊളി വന്നിട്ട് ചിലപ്പോൾ ആവശ്യമുണ്ടാവില്ല. പക്ഷേ ആൻ ആബ്സല്യൂട്ട് വൺ ബട്ട് ഈവൻ എ ഡൊമിനൻറ്റ് പൊസിഷൻ മേ ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണലൈസേഷൻ. അപ്പം ചില കാര്യങ്ങൾ കൊണ്ട് എന്താവാറുണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ ഇൻ്റർനാഷണലൈസേഷൻ വരാറുണ്ട്. അത് ആ പ്രൊഡക്റ്റിന് മാത്രം എന്തെങ്കിലും പെക്യുലാരിറ്റി, എന്തെങ്കിലും പ്രത്യേക സവിശേഷതകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ എന്ത് വരുന്നത്, ഇങ്ങനൊരു മോണോപ്പൊളി പവർ പ്രൊഡക്റ്റിന് വരാനായിട്ട് പറയണത് കേട്ടോ. 13 പോയിന്റ് പറയുന്നത് മാർക്കറ്റ് ഇൻഫർമേഷൻ ആണ് കേട്ടോ. എക്സ്ക്ലൂസീവ് മാർക്കറ്റ് ഇൻഫർമേഷൻ ഈസ് അനദർ പ്രൊആക്റ്റീവ് സ്റ്റിമുലസ്. ദിസ് ഇൻക്ലൂഡ്സ് നോളജ് അബൌട്ട് ഫോറിൻ customers, marketplaces not widely shared by other firms, etc. 13 തന്നെ എക്സ്ക്ലൂസീവ് മാർക്കറ്റ് ഇൻഫർമേഷൻ ആണ്. അതായത് എക്സ്ക്ലൂസീവായിട്ട് മാർക്കറ്റ് ഇൻഫർമേഷൻ ലഭിക്കുന്നതും എന്തിന് കാരണമാകാറുണ്ട്, ബിസിനസ്സുകളെ ഇൻ്റർനാഷണലൈസ് ചെയ്യുന്നതിന് കാരണമാകാറുണ്ട്. ഇതിൽ വന്നത് നോളജ് അബൌട്ട് ഫോറിൻ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ, മാർക്കറ്റ് പ്ലേസസ്, മറ്റുള്ള ഫേമുകൾ അത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കും, ഏതൊക്കെ കമ്പനികളാണ് ഏരിയ കവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സീക്രട്ട് ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് സാധിക്കും. സച്ച് സ്പെഷ്യൽ നോളജ് മേ റിസൾട്ട് ഫ്രം പർട്ടിക്കുലർ ഇൻസൈറ്റ്സ് ബേസ്ഡ് ഓൺ പർട്ടിക്കുലർ ഇൻഫർമേഷൻ. അപ്പോൾ അത്തരത്തിൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും. വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അവിടെ ഇല്ല, അപ്പം നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ഡിമാൻഡ് കിട്ടുമെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എക്സ്ക്ലൂസീവായ മാർക്കറ്റ് ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ കമ്പനികൾ എന്ത് ചെയ്യാൻ നോക്കും, അവരുടെ മാർക്കറ്റ് ഫോറിൻ കൺട്രീസിലേക്ക് മാറ്റുന്നതിന് നോക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ റിസർച്ച്, സ്പെഷ്യൽ കോൺട്രാക്ട്സുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, recognizing a business situation in a market associated with certain festivals. നമുക്കറിയാം അല്ലേ, ബിസിനസ് സിറ്റുവേഷൻ വരുന്നത് ചില ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഓണം, ദീപാവലി
അല്ലേ? ഓണമാണ് കേരളത്തിനകത്ത്, ദീപാവലി ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്റ്റ് അവർക്ക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോറിൻ കമ്പനികൾക്ക് അത്തരത്തിൽ ഓഫറുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ബിസിനസ് ഓപ്പർച്യൂണിറ്റി അസോസിയേറ്റ് വിത്ത് സർട്ടൻ അൺടാപ്ഡ് ഫോറിൻ മാർക്കറ്റ്സ്. പിന്നെ നോക്കുന്നത് ഇതുവരെ എത്താത്ത ഫോറിൻ മാർക്കറ്റ്സുകൾ ഉണ്ടാകാൻ നോക്കാം. അപ്പോൾ ബിസിനസ് സാധ്യതകൾ ശ്രീലങ്ക, ആഫ്രിക്കൻ കൺട്രീസ്, അവിടെയൊക്കെ എന്താണ് ബിസിനസ് അവസരങ്ങൾ ഉണ്ടാകുന്നുള്ളത് നോക്കാം. ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ 2014 ദീപാവലി ഓൺ Dhanteras Day, Honda motorcycles and scooter had created a history by registering sales of 1.65 lakhs units. അതായത് 2014 ഇന്ത്യയിലെ ദീപാവലി സീസണിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾ സ്കൂട്ടറും ഏറ്റവും എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ രേഖപ്പെടുത്തിയ വർഷം 2014 ദീപാവലി ആൻഡ് ധൻതേരാസ് ഫെസ്റ്റിവൽ തന്നെ കേട്ടോ, നോർത്ത് ഇന്ത്യൻ ആയിരിക്കുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് ആ ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതലായിട്ട് മോട്ടോർ സൈക്കിൾ സ്കൂട്ടറൊക്കെ ഏറ്റവും കൂടുതൽ അവർക്ക് വിൽപ്പന നടന്നിട്ട് 1.65 lakh യൂണിറ്റ്സ് ആണ് അവർ വിറ്റഴിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് അവസരങ്ങൾ നോക്കിയിട്ട് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. ഇനി 14ാമത്തെ നോക്കുന്നത് ബിസിനസ് പോളിസിയാണ് പറയുന്നത്. The systematic and growing internationalization of many companies is essentially a part of their business policy or strategic management. The stimulus for internationalization comes from the urge to grow, the need to become more competitive, the need to diversify and to gain strategic advantage of internationalization. എന്താണ് പറയണത്? പല കമ്പനികളും അവരുടെ ബിസിനസ് പോളിസി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് എങ്ങനെ വേണം എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും. അത് എന്തിനെ സഹായിക്കുന്നതായിരിക്കും? അവരുടെ മാർക്കറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതിന് സ്റ്റിമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്? ആഗ്രഹം ഉണ്ടായിരിക്കണം, അവരുടെ ബിസിനസ് വളർച്ച ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കോമ്പറ്റീറ്റീവ്സിനായിരിക്കണം, ഡൈവേഴ്സിഫൈ ചെയ്യണം, അവരിന് അതിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം. അതുകൂടാതെ ഇൻഡസ്ട്രീസിൻ്റെ സാധ്യതകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉപയോഗപ്പെടുത്താൻ രീതിയിലായിരിക്കണം അവരെന്ത് ചെയ്യണം? സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ട് രീതിയിലായിരിക്കണം. എന്നാലും മാത്രമേ ബിസിനസ് എന്ത് ചെയ്യുമ്പോൾ ഫോറിൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബിസിനസ് പോളിസി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതുപോലെ കമ്പനീത്തിന് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് വേണം അവർ എന്ത് ചെയ്യാനായിട്ട്? പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്. 15 പോയിന്റ് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ് 15ാമത്തെ പറയുന്നത്. ബിസിനസ് ഫേംസ് പ്രിഫർ ടു എൻ്റർ ഇൻ ടു സ്റ്റേബിൾ കൺട്രീസ്. Political stability does not simply mean continuation of the same party in power, but it does mean the continuation of the same policies of the government for a quite larger period. Then a business firm എന്താണ് എപ്പോഴും എൻ്റെ സ്റ്റേബിൾ കൺട്രീസിലായിരിക്കും. അത് ഒരേ രീതിയിൽ അവ കണ്ടീഷൻസ് ഉള്ളത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അല്ല അവിടെ മീൻ ചെയ്യണത്. Political stability does not simply mean continuation of the same party in power. എന്താണ് സെയിം പാർട്ടി തന്നെ അവിടെ റൂളിംഗ് പാർട്ടി ആയിട്ട് വണ്ണം എന്നില്ല. പക്ഷെ എന്താണ് പറയണത്? പോളിസീസ്, ഗവൺമെൻറ് പോളിസീസ് എന്താണ് വ്യത്യാസപ്പെടരുത്. അപ്പം ആ ഗവൺമെൻറ് മാറിയെന്ന് കരുതിയിട്ട് എന്തിൽ വ്യത്യാസം വരുത്തരുത്? ഈ ബിസിനസ്സിൻ്റെ പോളിസീസിൽ യാതൊരു മാറ്റങ്ങളും വരുത്താതെ നോക്കണം. അതാണ് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 16ാമത്തെ പോയിന്റ് ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലേക്ക് കൂടുതൽ സോഫ്റ്റ്വെയർ, ഹൈ ടെക്നോളജി കമ്പനീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കാരണം എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ഇന്ത്യയിൽ നിന്നാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മളുടെ ജോലിക്കാരൊക്കെ എന്താണ് പുറമേ പോയിട്ടില്ല അവർ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടെ നിന്ന് ഹയർ ചെയ്തിട്ടാണ്, ഇമ്പോർട്ട് ചെയ്തിട്ടാണ് പല സ്ഥാപനം വർക്ക് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് അത്രയും കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഓപ്പറേഷൻസ് അവരെന്ത് ചെയ്യണം? ഇന്ത്യയിൽ ആണ് നടത്തുന്നത്. കാരണം എന്താണ്? അവരൊരു ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സസ്. ഇത്രയുമാണ് ഇതിൻ്റെ പോയിൻറ്റ്സ് 16 പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇൻ്റർനാഷണലൈസേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയാൻ 16 പോയിൻറ്റ്സ്.